തശഹുദിൻ്റെ അവസാന ഭാഗത്ത് ഞാനും നിങ്ങളും ഉരുവിടുന്ന ഒരു പ്രാർത്ഥനയുടെ ഒരു ഭാഗമുണ്ട്. പടച്ച റബ്ബേ, എൻ്റെ ജീവിതത്തിലെ സംഭവിച്ച മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു വമാ അലൻതു, രഹസ്യമായതും പരസ്യമായതുമായ എല്ലാ തെറ്റുകളും എല്ലാ പാപങ്ങളും നാഥാ പുറത്തു തരണേ എന്ന് ഓരോ മുസൽമാനും അവൻ്റെ നമസ്കാരം അവസാനിക്കുമ്പോൾ പ്രാർത്ഥിക്കലുണ്ട്. അറിഞ്ഞും അറിയാതെയും ജീവിതത്തിലെ ഒട്ടനവധി തെറ്റുകൾ ചെയ്യുന്നവരാണ് ഞാനും നിങ്ങളും പ്രിയപ്പെട്ടവരെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയ സുന്ദരമായ ഒരു ഹദീസ് ഉണ്ട്. അനസ് റളിയല്ലാഹു തആല അൻഹുവാണ് ആ ഹദീസ് നിവേദനം ചെയ്തിട്ടുള്ളത്. റസൂലുള്ളാഹി പറയുകയാണ്, ഇന്നകും ലതഅലമൂന അഅമാലൻ ഹിയ അദഖും ഫീ അഅയുനികും മിനശ്ശഅറ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്ന ചില പ്രവർത്തനങ്ങൾ അത് നിങ്ങൾക്കിടയിൽ ഒരു മുടിനാരിനേക്കാൾ അത്രയും കനമില്ലാത്തതും വലുപ്പമില്ലാത്തതും പ്രാധാന്യമില്ലാത്തതുമാണ്. എന്നാൽ ഇൻ കുന്നാ നഉദ്ദുഹാ അലാ അഹദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നാൽ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കാലഘട്ടത്തിലെ അൽ മൂബിഖാത്ത്, അത് വലിയ പാപങ്ങളായിട്ടാണ്, വലിയ തെറ്റുകളായിട്ടാണ് ഞങ്ങൾ എണ്ണിയിരുന്നത്. അനസ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, പ്രിയപ്പെട്ടവരെ, നമ്മളെ നിസാരവൽക്കരിക്കുന്ന വളരെ ലാഘവത്തോടുകൂടി കാണുന്ന പല പ്രവർത്തനങ്ങളും ഇൻ കുന്നാ നഉദ്ദുഹാ അലാ അഹദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കാലഘട്ടത്തില് അത് വലിയ പാപങ്ങളായി, സൽക്കർമ്മങ്ങളെ നശിപ്പിച്ച് കളയുന്നവയായി ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നു, ഞങ്ങൾ കരുതിയിരുന്നു എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു ഹദീസ് ഉണ്ട്. ഇന്നൽ മുഅ്മിന, ഒരു മുഅ്മിന് യറാ ദുനൂബഹു, അവനവൻ്റെ പാപങ്ങളെ, അവൻ്റെ ജീവിതത്തിൽ വന്നു പോകുന്ന സ്ഖലിതങ്ങളെ, അപാകതകളെ അവൻ വിലയിരുത്തുക എങ്ങനെയെന്നറിയോ? കഅന്നഹു ഫീ അസ്ലി ജബലിൻ യഖാഫു അൻ യഖഅ അലൈഹി, ഒരു മലയുടെ താഴ്വാരത്തവൻ ഇരിക്കുന്നു. ആ മല ഏതു നിമിഷവും അവൻ്റെ ശരീരത്തിലേക്ക് വന്നു ഭവിക്കാം, ശരീരത്തിൽ വന്ന് പതിക്കാമെന്ന ചിന്തയോടെ, ബോധ്യത്തോടു കൂടെയാണ് അവൻ ഇരിക്കുന്നത്. അങ്ങനെയായിരിക്കും പ്രിയപ്പെട്ടവരെ ഒരു മുഅ്മിനെ അവൻ്റെ പാപങ്ങളെ കാണുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത്രയും പേടിയോടെ, അത്രയും സൂക്ഷ്മതയോടെ, അത്രയും ശ്രദ്ധയോടുകൂടി മുഅ്മിൻ അവൻ്റെ പാപങ്ങളെ കാണും. എന്നാലോ വഇന്നൽ ഫാജിറ, ഒരു തമ്മാടിയാകട്ടെ, യറാ ദുനൂബഹു കദുബാബ് വകഅ അലാ അൻഫിഹി, അതേ ഒരു തമ്മാടിയായ, അതേ ഇസ്ലാമിൻ്റെ മുഴുവൻ നിയമങ്ങളെയും കർമ്മങ്ങളെയും നെഞ്ചിലേറ്റാത്ത ഒരു വ്യക്തിയുണ്ടല്ലോ, അവനവൻ്റെ പാപങ്ങളെ കാണുക കദുബാബിൻ മർറ അലാ അൻഫിഹി, അവൻ്റെ മുഖത്തിൻ്റെ മുന്നിലൂടെ വട്ടമിട്ട് പറക്കുന്ന ഒരു കൊതുകിൻ്റെ വിലയെ അവൻ അവൻ്റെ പാപങ്ങൾക്ക് നൽകുകയുള്ളൂ. ആരിനെ പറ്റി പറഞ്ഞതാ? ഫാജിറിനെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാ. പ്രിയപ്പെട്ടവരെ,
ചെറിയതും വലിയതും നിസാരമായതും വലിയ പാപങ്ങളുമായ എത്രയെത്ര അപാകതകളാണ്, എത്രയെത്ര സ്ഖലിതങ്ങളാണ്, തെറ്റുകളാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വന്നു പോകലേ. എത്ര നിസാരമായിട്ടാണ് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും അതിനെ കണക്കാക്കലേ, അതിനെ വിലയിരുത്തലേ. അള്ളാഹുവിൻ്റെ റസൂല് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരികയാണ്. തൻ്റെ മുഖത്തിൻ്റെ മുന്നിലൂടെ വട്ടമിട്ട് പറക്കുന്ന ഒരു ഈച്ചയെ പോലെ, ഒരു കൊതുകിനെ പോലെയാണ് ഫാജിറവന്റെ പാപങ്ങളെ കാണുക എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഗൗരവത്തോടുകൂടി പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും ചിന്തിക്കേണ്ട വിഷയങ്ങളാണ്. എന്നാലേ തെറ്റുകളെ തിരിച്ചറിഞ്ഞ് പശ്ചാത്തപിക്കുന്നത് വിശ്വാസികളുടെ അടയാളമാണ് എന്ന. തെറ്റുകളെ തിരിച്ചറിഞ്ഞ് പശ്ചാത്തപിക്കുന്നത് വിശ്വാസികളുടെ അടയാള. മനുഷ്യ ജീവിതത്തിലെ അപാകതകൾ വന്നു പോകും, അതിൽ സംശയമൊന്നുമില്ല. കുല്ലു ബനി ആദമ ഖത്താഉൻ, ആദം സന്തതികളിൽ അപാകതകൾ, തെറ്റുകൾ, കുറ്റങ്ങൾ ഉണ്ടാവും. വഖൈറുൽ ഖത്താഈൻ, ആ തെറ്റു ചെയ്യുന്നവരിൽ ആരാണ് ഉത്തമർ? തൗബ ചെയ്യുന്നവരാണ്, പശ്ചാത്തപിക്കുന്നവരാണ്. ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല തെറ്റ് ചെയ്ത് പശ്ചാത്തപിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു എന്ന അല്ലാഹുവിൻ്റെ ദീനിൻ്റെ അധ്യാപനങ്ങൾ. തെറ്റുകൾ സംഭവിക്കും. തെറ്റുകൾ സംഭവിച്ചാലോ ഒരേ തെറ്റിൽ ഉറച്ചു നിൽക്കാതെ പശ്ചാത്തപിക്കുന്നവനാണ് നമ്മുടെ ഉത്തമനെന്ന് പരിശുദ്ധ ഖുർആനും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളും പരിചയപ്പെടുത്തി തരികയാണ്. പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ നോക്കിയേ. വല്ലദീന ഇദാ ഫഅലൂ ഫാഹിഷ, മുഅ്മിനീങ്ങളുടെ വിശേഷണം അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞതാ. അവരുടെ പക്കൽ നിന്ന് ഒരു മ്ലേച്ഛമായ ഒരു ഫാഹിഷത്ത് കടന്നു വന്നാൽ, അവരവരുടെ സ്വന്തത്തോട് അതിക്രമങ്ങൾ പ്രവർത്തിച്ചാൽ എന്താണ് അവർ ചെയ്യുക? അവരതിനുശേഷം ചെയ്യുന്ന പ്രവർത്തനങ്ങളെ പറ്റിയാണ് അള്ളാഹു പരിചയപ്പെടുത്തുന്നത്. അവരവരുടെ റബ്ബിനോട് ചെയ്തു പോയ പാപങ്ങളെ പറ്റി ബോധ്യപ്പെടുത്തി പാപമോചനം ചെയ്യും പ്രിയപ്പെട്ടവരെ. എന്നിട്ട് അള്ള പറഞ്ഞ വാക്കെന്താ? ഇങ്ങനെയെല്ലാം പാപങ്ങൾ ചെയ്യുന്നവർക്ക് പുറത്തു കൊടുക്കാൻ റഹ്മാനായ റബ്ബല്ലാതെ മറ്റാരുണ്ട്? എന്താ ഈ ആയത്തിന്റെ വിവക്ഷ? അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചോ പുറത്തു കൊടുക്കുമെന്നുള്ളത്. അതുകൊണ്ടാണ് 100 ആളെ കൊന്നവനും എന്തുണ്ട്? പശ്ചാത്താപമുണ്ട് അല്ലേ? 100 ആളെ കൊന്നവനും. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ വിശ്വപ്രസിദ്ധമായ റിയാദുസ് സ്വാലിഹീൻ എന്ന ഗ്രന്ഥത്തിൽ കൊണ്ടുവന്ന ഹദീസാണ്. 100 ആളെ കൊല്ലുക. എന്നിട്ട് ഒരു പണ്ഡിതനോട് ചോദിച്ചു, എനിക്ക് പശ്ചാത്താപം കിട്ടുമോ? എനിക്ക് പശ്ചാത്താപം കിട്ടുമോ? മറ്റൊരു പണ്ഡിതനോട് ചോദിക്കുക, കിട്ടില്ല എന്ന്. നീ 100 ആളെ കൊന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അയാളും കൊന്നു. എന്നിട്ട് റഹ്മാനായ റബ്ബ് ആ വ്യക്തിക്ക് പുറത്തു കൊടുത്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ, ആ വ്യക്തി സ്വർഗത്തിലാണ് എന്ന് പറയുമ്പോൾ, ആ വ്യക്തിയുടെ ജീവിതത്തിൽ വന്ന ഒരേ ഒരു ഗുണം ആ വ്യക്തി പശ്ചാത്തപിച്ചു എന്നുള്ളതാണ്. അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നമ്മൾ ആരും നിരാശരാവാൻ പാടില്ല. ജീവിതത്തിൽ എത്ര വലിയ അപാകതകളും എന്തൊക്കെ സംഭവിച്ചാലും പടച്ച റബ്ബ് പുറത്തു കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തു മതി? പശ്ചാത്താപം മതി, തൗബ മതി, ഖേദിച്ച് മടങ്ങിയാൽ മതി. അതുകൊണ്ടാണ് സഹാബാക്കളുടെ ജീവിത ചരിത്രത്തിൽ തന്നെ ഒട്ടനവധി അനുഭവങ്ങൾ, ജീവിത സാക്ഷ്യങ്ങൾ കാണാൻ കഴിയും പ്രിയപ്പെട്ടവരെ. മായിസ് റളിയല്ലാഹു തആല അൻഹു അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അരികിൽ വന്ന് തൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ലാത്ത വലിയൊരു സ്ഖലിതം, വ്യഭിചാരമെന്ന മഹാപാപം വന്നുപോയി റസൂലേ, അറിയാതെ സംഭവിച്ചു പോയി റസൂലേ. തുഹിർനി യാ റസൂലല്ലാഹ്, അള്ളാഹിന്റെ റസൂലെ എന്നെ ഒന്ന് ശുദ്ധീകരിക്കണം. പടച്ച റബ്ബേ, അള്ളാഹുവിൻ്റെ റസൂലെ,
നാളെ പാരിത്രിക ലോകത്ത്, നാളെ വിചാരണയുടെ നാളിൽ മായിസ് ഖേദക്കാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാതിരിക്കാൻ വേണ്ടി എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമെന്ന് വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖേദപ്രകടനം നടത്തിയ മായിസ് റളിയല്ലാഹു തആല അൻഹു ജീവിതത്തിൽ തെറ്റുവന്നു പോയപ്പോൾ ഈ ദുനിയാവിൽ വ്യഭിചാരമെന്ന ആ വൃത്തികെട്ട പ്രവർത്തനം ചെയ്തതിന്റെ ശിക്ഷ ഏറ്റുവാങ്ങാൻ തന്റെ ശരീരത്തെ വേദനിപ്പിക്കുമാറുള്ള വേദനകൾ ഏറ്റുവാങ്ങിയാലും നാളെ നരകം ഞാൻ അനുഭവിക്കില്ല എന്ന ഉത്തമ ബോധ്യം അത് മായിസ് റളിയല്ലാഹു തആല അൻഹുവിനുണ്ടായിട്ടുണ്ട്. മറ്റു പല സ്വഹാബത്തിന്റെയും ജീവിതത്തിൽ സ്ഖലിതങ്ങളും അപാകതകളും വന്നപ്പോൾ അവർ ഏറ്റു പറഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. അവർ ഇസ്തിഗ്ഫാർ ചെയ്യാൻ മടിയുണ്ടായിട്ടില്ല പ്രിയപ്പെട്ടവരെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഞാനൊരു ദിവസം 100 തവണ അസ്തഗ്ഫിറുല്ലാഹ് ഇസ്തിഗ്ഫാർ ചൊല്ലുമെന്ന്. 100 തവണ. മറ്റേ റിപ്പോർട്ടിൽ 70-ലപ്പുറം. നോക്കിയേ, കേവലം നമസ്കാരങ്ങൾക്ക് ശേഷം ആർക്കോ വേണ്ടി എന്തോ ഒരു വഴിപാട് എന്ന രൂപത്തിൽ ചൊല്ലുന്ന കേവലം 3 തവണ അസ്തഗ്ഫിറുല്ലാഹ് എന്നുള്ളതിനപ്പുറം പടച്ച റബ്ബേ എന്റെ പാപങ്ങൾ പുറത്തു തരണേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ, പടച്ച റബ്ബിനോട് ബോധ്യപ്പെടുത്താൻ പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ? മുന്നേ ഓതി വെച്ച ഈ ഒരായത്തും മറ്റൊരായത്തുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വമൻ യഅമൽ സൂഅൻ, ആരെങ്കിലും ഒരു മ്ലേച്ഛമായ ഒരു മോശപ്പെട്ട പ്രവർത്തനം ചെയ്തോ, ഔ യളിം നഫ്സഹു, സ്വന്തത്തോട് അതിക്രമം കാണിച്ചോ, സുമ്മ യസ്തഗ്ഫിരില്ലാഹ്, അവൻ അല്ലാഹുവിനോട് പാപമോചനം ചെയ്താൽ അവന് നൽകുന്ന പ്രതിഫലം എത്രയാ? യജിദില്ലാഹ്, അല്ലാഹുവിന് അവനെ കാണാൻ കഴിയുന്നതാണ്. ഗഫൂറർ റഹീമാ, കാരുണ്യവാനായിക്കൊണ്ട് അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നവനായിക്കൊണ്ട്. മഹാനായ സ്വഹാബി വര്യൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഫീ കിതാബില്ലാഹി അസ്സ വജല്ല, അല്ലാഹുവിന്റെ ഖുർആനിൽ 2 ആയത്തുകളുണ്ട്. ആയത്താനി, 2 ആയത്തുകളുണ്ട്. എന്താണ് ആ 2 ആയത്തുകൾ കൊണ്ടുള്ള ഗുണമെന്നറിയോ? ഒരു അടിമ ഒരു തെറ്റ് പ്രവർത്തിക്കുകയാണ്, ഫഖറാ വസ്തഗ്ഫിരില്ലാഹ്, അതെ ആ ആയത്ത് 2ഉം അവൻ പാരായണം ചെയ്തു. അല്ലാഹുവിന്റെ മുന്നിൽ അവന്റെ ഇസ്തിഗ്ഫാർ, അവന്റെ പാപമോചനം അവൻ സമർപ്പിച്ചാൽ ഇല്ലാ ഗഫറല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ പുറത്തു കൊടുക്കാതിരിക്കില്ല എന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു. 2 ആയത്തുകൾ. ഏതായത്ത്? ഈ ഉള്ളവൻ ഓതി പ്രിയപ്പെട്ടവരെ, വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ ഔ ളലമൂ അൻഫുസഹും എന്ന് തുടങ്ങുന്ന ആയത്ത്. മറ്റൊന്ന് വമൻ യഅമൽ സൂഅൻ എന്ന് തുടങ്ങുന്ന ആയത്ത്. പ്രിയപ്പെട്ടവരെ, ഈ 2 ആയത്തുകൾ ഓതി ഒരു വ്യക്തി അല്ലാഹുവിന്റെ മുന്നിൽ പാപമോചനം തേടിയാൽ അവന് പുറത്തു കൊടുക്കുമെന്ന് മഹാനായ സ്വഹാബി വര്യൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു. എന്താ ഈ ആയത്തിൽ? പടച്ച റബ്ബ് പുറത്തു തരുമെന്നുള്ള ആ ഒരു ദൃഢത ഉറപ്പിക്കാണ്. അതാണല്ലോ ഈ ആയത്തിന്റെ അർത്ഥം പ്രിയപ്പെട്ടവരെ. അല്ലാഹു പുറത്തു തരാൻ തയ്യാറാണ്. അല്ലാഹു പശ്ചാത്താപം സ്വീകരിക്കാൻ തയ്യാറാണ്. അതുകൊണ്ടാണ് മായിസ് റളിയല്ലാഹു തആല അൻഹുവിനോടൊപ്പം വ്യഭിചരിച്ച പെണ്ണ് അല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വന്ന് ഗർഭിണിയായിരിക്കവേ കടന്നു വന്ന സമയത്ത് പോയി കുഞ്ഞ് ഭക്ഷിക്കുന്ന രൂപത്തിൽ പ്രായത്തിൽ കടന്നു വരാൻ വേണ്ടി വീണ്ടും 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 അവർ വരികയാണ്. കാരണം ഈ പാപം പുറത്തു കിട്ടണമെന്ന ചിന്തയിൽ. അങ്ങനെ ഒരു കുട്ടിയുടെ കയ്യിൽ ഒരു റൊട്ടിക്കഷ്ണം കൊടുത്ത് പ്രവാചകന്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന്, റസൂലേ ശിക്ഷ നടപ്പാക്കണം പ്രവാചകരെ എന്ന് വാശി പിടിച്ച് ആ ശിക്ഷക്ക് അർഹതയാകുമ്പോൾ അല്ലേ, കല്ലെടുത്തെറിയുമ്പോൾ ഇസ്ലാമിക നിയമപ്രകാരമുള്ള ശിക്ഷ അവിടെ നടപ്പിലാക്കുമ്പോൾ
അവിടെ നിന്ന് ചില രക്തങ്ങൾ തെറിച്ചപ്പോൾ സഹാബാക്കൾക്ക് ചില അറപ്പ് ഉളവാക്കിയപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വാചകം, ജസീറത്തുൽ അറബിലെ മുഴുവൻ വ്യക്തികളുടെയും പാപങ്ങൾ പൊറുക്കാൻ മാത്രം ആ പശ്ചാത്താപം അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടെന്ന പ്രിയപ്പെട്ടവരെ. അത്രയും റഹ്മാനായ റബ്ബ് പാപങ്ങൾ ചെയ്താൽ അതിൽ പശ്ചാത്തപിച്ച് മടങ്ങുന്ന ഒരു മാനസികാവസ്ഥയുണ്ടായാൽ അല്ലാഹു പുറത്തു കൊടുക്കാൻ തയ്യാറാണ് എന്ന. ഇനി പാപമോചനം ലഭിക്കുന്ന ചില കർമ്മങ്ങൾ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പരിചയപ്പെടുത്തി തരുന്നുണ്ട്. പ്രത്യേകം പരിചയപ്പെടുത്തിയ കാര്യങ്ങൾ, ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലയാണ്. മഹാനായ സ്വഹാബി വര്യൻ അബൂദർ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാൻ കഴിയും. അദ്ദേഹം റസൂലുള്ളാഹിനോട് ചോദിക്കുകയാണ്, പ്രവാചകരെ എന്നെ ഒന്ന് ഉപദേശിക്കണം, എനിക്കൊരു വസിയ്യത്ത് തരണം പ്രവാചകരെ. അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുകയാണ്, ഇദാ അമിൽത സയ്യിഅതൻ, താങ്കളുടെ പക്കൽ നിന്ന് വല്ല തെറ്റും കടന്നു വന്നാൽ ഫഅതിബിഅഹാ ഹസനാ, താങ്കളെ നന്മകൾ കൊണ്ട് ആ തെറ്റുകളെ പരിഹരിക്കണേ, എങ്കിൽ തംഹുഹ, ആ പാപങ്ങളെ മായിച്ചു കളയുമെന്ന് റസൂലുള്ളാഹ്. സഹാബി ഒന്ന് പറയാ അല്ലേ, എനിക്കൊരു ഉപദേശം തരണം. പ്രവാചകൻ പറഞ്ഞു, താങ്കളുടെ ഭാഗത്ത് നിന്ന് തെറ്റു വന്നാൽ സൽക്കർമ്മങ്ങൾ ചെയ്ത് താങ്കൾ എന്ത് ചെയ്യണം? ആ പാപത്തെ മായിച്ചു കളയണം. ചോദിച്ചില്ലേ അബൂദർ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചില്ലേ, യാ റസൂലല്ലാഹ് അമിനൽ ഹസനാതി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ നന്മയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾപ്പെടുമോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾപ്പെടുമോ റസൂലേ എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പരിചയപ്പെടുത്തുകയാണ്, ഹിയ അഫ്ളലുൽ ഹസനാത്ത്, അതേ അബൂദർ, ഏറ്റവും ശ്രേഷ്ഠമായ, ഏറ്റവും സുന്ദരമായ, ഏറ്റവും മഹത്വമായ നന്മയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പരിചയപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, തെറ്റുകൾ ജീവിതത്തിൽ കടന്നു വന്ന ഏറ്റവും സുന്ദരമായ, ഏറ്റവും ശ്രേഷ്ഠമായ ദിക്റായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലാൻ നമ്മുടെ മനസ്സും നമ്മുടെ നാവും സമ്മതിക്കാൻ പാടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മുടെ നാവിൽ എപ്പോഴും വന്നുകൊണ്ടിരിക്കുക അല്ലേ? തഹ്ലീൽ എന്താ? നമുക്ക് ആ തൗഹീദിന്റെ ആശയത്തെ ഊട്ടിയുറപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ. ഏറ്റവും സുന്ദരമായ ദിക്ർ, ഏറ്റവും ശ്രേഷ്ഠകരമായ ഹസനാത്ത്, നന്മയെന്ന് പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയ കാര്യം അല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ എത്രയെത്ര നന്മകൾ പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ കഴിയും. നമുക്ക് സുപരിചിതമായ, നമ്മളെ ഒരു ദിവസം ചൊല്ലുന്ന പ്രാർത്ഥനയാണല്ലോ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ഫീ യൗമിൻ മിഅത മറ. ആരെങ്കിലും ഈ ഒരു പ്രാർത്ഥന ഒരു ദിവസം 100 തവണ ചൊല്ലിയാൽ അവന് ലഭിക്കുന്ന പ്രതിഫലങ്ങൾ എത്രയാ? 10 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലമുണ്ട്. 100 നന്മകൾ അവനിൽ രേഖപ്പെടുത്തുന്നതാണ്. 100 തിന്മകൾ അവനിൽ നിന്ന് മായ്ച്ചു കളയുന്നതാണ്. 100 തിന്മകൾ മായ്ച്ചു കളയും, 100 നന്മകൾ രേഖപ്പെടുത്തും അല്ലേ? എത്ര പ്രതിഫല പ്രിയപ്പെട്ടവരെ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹുള്ളത്. കഴിഞ്ഞോ വകാനത് ലഹു ഹിർസം മിനശ് ശൈത്വാൻ, പിശാചിൽ നിന്നുള്ള സംരക്ഷണമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനകൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, നമസ്കാര ശേഷമുള്ള ദിക്റുകൾ ചൊല്ലുക എന്നുള്ളത് നമ്മുടെ പാപങ്ങൾ പുറത്തു തരാന് ഏറെ കാരണമാണ്. മഹാനായ സ്വഹാബി വര്യൻ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുകയാണ്, മൻ സബ്ബഹല്ലാഹ്,
അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി ആരെങ്കിലും സുബ്ഹാനല്ലാഹ് പറഞ്ഞു, പ്രകീർത്തിച്ചു, ഫീ ദുബരി കുല്ലി സലാത്തിൻ 33 തവണ സുബ്ഹാനല്ലാഹ് പറഞ്ഞില്ലേ? വഹമിദല്ലാഹ 33 അൽഹംദുലില്ലാഹ് 33 തവണ പറഞ്ഞില്ലേ? വകബ്ബറല്ലാഹ 33 തവണ അല്ലാഹു അക്ബർ പറഞ്ഞില്ലേ? അങ്ങനെ പ്രിയപ്പെട്ടവരെ 99 തവണയാകുകയാണ്. എന്നിട്ട് 100 തികക്കാൻ വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പ്രാർത്ഥിച്ചാൽ അല്ലാഹ് പറയുന്ന പ്രതിഫലം എന്തെന്നറിയോ? ഗുഫിറത് ഖതായാ വഇൻ കാനത് മിസ്ല സബദിൽ ബഹർ. കടലിലെ നുര എന്നുള്ളത് അളക്കാൻ കഴിയുന്നതാണോ? കണക്കാക്കാൻ കഴിയുന്നതാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, കടലിലെ നുരയോളം പാപങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും പ്രിയപ്പെട്ടവരെ, അത് പുറത്തു തരാൻ നമസ്കാര ശേഷം നാം ചൊല്ലുന്ന, നാം ഉരുവിടുന്ന സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബറിന് കഴിയുമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു തരുമ്പോ, നമസ്കാരത്തിന് ശേഷം എന്തോ ഒരു തിരക്കുള്ളത് പോലെ പള്ളിയിൽ നിന്ന് വിട്ടു പോകുന്നവരല്ലേ എന്ന ജീവിതത്തിൽ എത്രയെത്ര തെറ്റുകളാണ്, ജീവിതത്തിൽ എത്രയെത്ര അപാകതകളാണ്, ജീവിതത്തിൽ എത്രയെത്ര കുറ്റങ്ങളാണ്. ഇത് പുറത്തു തരാൻ പഠിച്ചവനോടല്ലാതെ മറ്റാരോടാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ബോധിപ്പിക്കാനുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയത് നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള ദിക്റുകളിൽ, ദുആകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങൾ പുറത്തു തരുമെന്നുള്ളതാ. ഇനിയോ സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി എന്ന് തുടങ്ങുന്ന എത്ര സുന്ദരമായ പ്രാർത്ഥനയാണ് പ്രിയപ്പെട്ടവരെ. എന്നും രാവിലെയും വൈകുന്നേരവും 100 തവണ ചൊല്ലിയാലേ അവന് ലഭിക്കുന്ന പ്രതിഫലം എന്താ? മഹാനായ സ്വഹാബി വര്യൻ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിച്ച ഹദീസല്ലേ, من قال حين يصبح وحين يمسي. ഒരു വ്യക്തി പ്രഭാതത്തിലും പ്രദോഷത്തിലും സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് 100 മറ 100 തവണ ചൊല്ലിയാൽ ഗുഫിറത് ഖതായാഉ, അവന്റെ പാപങ്ങളെ പുറത്തു കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഹദീസിന്റെ കീഴയും കടന്നു വന്നത് വഇൻ കാനത് മിസ്ല സബദിൽ ബഹർ, കടലിലെ നുരയോളം പാപങ്ങൾ അവന്റെ ജീവിതത്തിൽ ഉണ്ട് എങ്കിലും പുറത്തു കൊടുക്കുമെന്നാ. എന്താ പ്രിയപ്പെട്ടവരെ, നിസ്സാരമല്ലേ? ഇത്ര ലളിതമല്ലേ? മൈന്യൂട്ട് സെക്കൻഡുകൾ വേണോ പ്രിയപ്പെട്ടവരെ ഇതൊക്കെ നമുക്ക് ചൊല്ലാൻ, ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ? കഴിഞ്ഞോ? 4-മത്തത് ഏതെന്നറിയോ? മുസ്ലിമീങ്ങളെ കണ്ടുമുട്ടുമ്പോൾ മുസാഫഹ നടത്തുക എന്നില്ലേ? അല്ലേ? മുസ്ലിമീങ്ങൾ കണ്ടെത്തുമ്പോൾ ഒരു ഭാഗത്ത് ഇങ്ങോട്ടും അങ്ങോട്ടും പോയിട്ട് ഒരു തിരിച്ച ആ ഒരു ഇളി കൊണ്ട് പോവാതെ മുസാഫഹ നടത്തുക, ആലിംഗനങ്ങൾ, കൈകൾ കൊടുത്തുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ പാപം പുറത്തു തരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അതാ മുസ്ലിമിന്റെ പ്രത്യേകതയെ അറിയിക്കുന്നത്. മാമിൻ മുസ്ലിമൈൻ, 2 മുസ്ലിമീങ്ങൾ കണ്ടുമുട്ടുകയാണ്. യൽതഖിയാനി, അവർ ഇരുവരും കണ്ടുമുട്ടുന്നു. ഫയതസാഫഹാനി, അവർ ഇരുവരും മുസാഫഹത്ത് നടത്തുകയാണെങ്കിൽ ഇല്ലാ ഗുഫിറ ലഹുമാ, അവരുടെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കാതിരിക്കില്ല. അല്ലാഹു പുറത്തു കൊടുക്കുന്നതാണ് അല്ലേ? അതുകൊണ്ടാണ് തൻ്റെ സഹോദരനെ നോക്കിയിട്ടുള്ള പുഞ്ചിരി പോലും സദഖയാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചത്. വലൗ അൻ തൽഖ അഖാക ബിവജ്ഇൻ തൽഖ, നിന്റെ സഹോദരനെ പുഞ്ചിരിച്ച അല്ലേ ആ മുഖത്തോടു കൂടി നോക്കുക എന്നുള്ളത് പോലും സദഖയാണ് എന്ന് പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. വുദൂ എടുക്കുക നമ്മുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്ന
നമ്മുടെ പാപങ്ങൾ പോകുമെന്ന അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, ഇദാ തവല്ല അൽ അബ്ദുൽ മുഅ്മിനു, ഒരു മുഅ്മിനായ അടിമയുണ്ടല്ലോ, അവൻ വുളൂ ആരംഭിക്കുകയാണ്. അങ്ങനെ ഓരോ അവയവങ്ങളും അവൻ കഴുകുമ്പോൾ, ശുദ്ധിയാകുമ്പോൾ, അവനതേ ഓരോ അവയവങ്ങളിലേക്കും അവന്റെ വെള്ളം എത്തിച്ചേരുമ്പോൾ ആ വുളൂ എന്ന നിയ്യത്തിലൂടെ പൂർണ്ണമായ വുളൂ ആണ് അവൻ എടുക്കുന്നതെങ്കിൽ അവന്റെ പാപങ്ങൾ പൊറുക്കുന്നതാണ്. അതേ പ്രിയപ്പെട്ടവരെ, അവനവന്റെ മുഖം കഴുകുകയാണ്. അവന്റെ മുഖത്തിൽ നിന്ന് അവന്റെ പാപങ്ങൾ കൊഴിഞ്ഞു പോകും. അവന്റെ കൺതടത്തിൽ നിന്നടക്കം അവന്റെ പാപങ്ങൾ കൊഴിഞ്ഞു പോകുമെന്ന് റസൂലുള്ളാഹ്. അവന്റെ കൈകൾ അവൻ കഴുകുന്നു, അവന്റെ പാപങ്ങള്, അവന്റെ കരങ്ങളിലുള്ള പാപങ്ങൾ പോവുകയാണ്. അവന്റെ നഖത്തിന്റെ ഇടയിൽ നിന്നടക്കം പാപങ്ങൾ കൊഴിഞ്ഞു പോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഓരോ അവയവങ്ങളും അല്ലെ പാപങ്ങൾ ഇങ്ങനെ കൊഴിഞ്ഞു പോകുമെന്ന ആ പൂർണ്ണമായിട്ടുള്ള വുദൂ എടുക്കുന്നതിലൂടെ പ്രിയപ്പെട്ടവരെ നമുക്ക് ലഭിക്കുന്ന സുന്ദരമായ വലിയ നേട്ടങ്ങളാണ്. നമ്മുടെ പാപങ്ങൾ കൊഴിക്കാൻ അത് കാരണമാകുമെന്നുള്ളതാണ്. അഞ്ചാമത്തത് ഏതാണ് പ്രിയപ്പെട്ടവരെ? ജമാഅത്ത് നമസ്കാരത്തിന് പങ്കെടുക്കുക എന്നുള്ളതാണ്. വീട്ടിൽ നിന്ന് നമസ്കരിക്കുക എന്നല്ല. അസ്സലാത്തു ഖൈറും മിനന്നൗം. സുബഹിന്റെ ജമാഅത്തിന്റെ സമയത്ത് പള്ളി മിനാരങ്ങളിൽ നിന്ന് ബാങ്ക് കേൾക്കുന്ന സമയമില്ലേ, അവിടെ പുതച്ചു മൂടി കിടന്നുറങ്ങാതെ അതേ ആ ബാങ്കിന് ഉത്തരം നൽകിക്കൊണ്ട് അള്ളാന്റെ പള്ളിയിൽ വന്ന് നമസ്കരിച്ചാൽ, ജമാഅത്തായി നമസ്കരിച്ചാൽ നമ്മുടെ പാപങ്ങൾ കൊഴിഞ്ഞു പോകുമെന്ന് റസൂലുള്ളാഹ്. പ്രിയപ്പെട്ടവരെ, സുബഹ് മാത്രമല്ല, ളുഹറാകട്ടെ, അസ്റാകട്ടെ, മഗ്രിബ് ആകട്ടെ, ഇശാ ആകട്ടെ, നമ്മുടെ ദുനിയവിയായ ജീവിത സാഹചര്യങ്ങള് അല്ലാഹുമായിട്ടുള്ള മുനാജാത്തിനെ, അല്ലാഹുമായിട്ടുള്ള സംഭാഷണത്തെ, സംസാരത്തെ ഇല്ലാതാക്കി കളയുന്നൊരവസ്ഥയുണ്ടാകരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ആരെങ്കിലും നമസ്കാരത്തിന് വേണ്ടി വുളൂ എടുത്തു, ഏറ്റവും നല്ല രൂപത്തിൽ വുളൂ എടുക്കുകയാണ്, ثم مشى الى الصلاه المكتوبه, അതേ ജമാഅത്തായ നമസ്കാരത്തിന് വേണ്ടി അവൻ നടക്കുകയാണ്, ഫസല്ലഹാ മഅന്നാസ്, ജനങ്ങളോടൊപ്പം അവൻ നമസ്കരിക്കുകയാണ്, ഔ മഅൽ ജമാഅ, ഒരു കൂട്ടത്തോടൊപ്പം അവൻ നമസ്കരിക്കുകയാണ്, ഔ ഫിൽ മസ്ജിദി, അല്ലാഹുവിന്റെ പള്ളിയിൽ വെച്ച് നമസ്കരിക്കുകയാണ്, ഗഫറല്ലാഹു ലഹു ദുനൂബഹു, അവന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിചയപ്പെടുത്തി തരുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആറോളം കാര്യങ്ങളാണ് പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നതിൽ ചിലത് മാത്രം ഞാനും നിങ്ങളും മനസ്സിലാക്കിയത്. കേൾക്കുന്നതിലുപരി പറയുന്നതിലുപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനാണ് ഞാനും നിങ്ങളും പരിശ്രമിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ തൗഫീഖ് നൽകുന്ന അടിമകളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി. യാ അയ്യുഹന്നാസ് ഉസികും യായ സാനിയം ബിത്തഖ്വല്ലാഹ്. ഉടമസ്ഥനായ റബ്ബുൽ ഇസ്സത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നിഖില മേഖലയിലും പാലിച്ച് ജീവിതം ധന്യമാക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ തൗഫീഖ് നൽകുന്ന അടിമകളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ താബിഈ വര്യൻ മുഹമ്മദ് ബിൻ മുൻകദിർ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിൻ്റെ മരണാസന്നമായി കിടക്കുന്ന സമയത്ത് അദ്ദേഹം ഇങ്ങനെ കരയാണ്.
മകൻ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് താങ്കൾ കരയുന്നത്? എന്തിനാണ് ഉപ്പ താങ്കൾ കരയുന്നത്? മഹാനായ പണ്ഡിതൻ പറയാണ്, അറിഞ്ഞുകൊണ്ട് മോനെ, ഉപ്പ വലിയ പാപങ്ങളൊന്നും ചെയ്തിട്ടില്ല, മറിച്ച് നിസ്സാരമെന്ന് വിചാരിച്ചു ചെയ്ത ചില കാര്യങ്ങൾ റബ്ബിൻ്റെ അരികിൽ ഗൗരവമുള്ളതായേക്കാം. അത് ആലോചിച്ചിട്ടാണ് ഞാൻ കരയുന്നത് എന്ന് ഇമാം മുൻകദിർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുൻഗാമികളുടെ ചരിത്രങ്ങൾ ഞാനും നിങ്ങളും മനസ്സിലാക്കി. നമ്മുടെ മുൻകഴിഞ്ഞു പോയ സ്വർഗമുണ്ട് എന്ന് അല്ലാഹു വാഗ്ദാനം നൽകിയ സ്വഹാബത്തിൻ്റെ ജീവിത ചരിത്രങ്ങൾ ഞാനും നിങ്ങളുമായി അവർക്കി. അവരുടെ ജീവിതത്തിൽ ഒരു പാപം കടന്നു വന്നാൽ അത് പുറത്തു കിട്ടാൻ റഹ്മാനായ റബ്ബിലേക്ക് ഖേദിച്ച് മടങ്ങിയവരായിരുന്നു അവരോരോരുത്തരും. പടച്ച റബ്ബ് നമ്മുടെ പാപങ്ങൾ പുറത്തു തരാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ മാർഗങ്ങളും ഞാനും നിങ്ങളും ഉപയോഗപ്പെടുത്തണമെന്നുള്ളതാണ്. ഏത് സമയത്താണ് പടച്ച റബ്ബിൻ്റെ വിളിക്കുത്തരം നൽകി ഭൂമി ലോകത്ത് നിന്ന് യാത്രയാവേണ്ടി വരിക എന്ന് നമുക്കറിയില്ല. പാപങ്ങൾ കുമിഞ്ഞ ജീവിതവുമായി നാളെ റഹ്മാനായ റബ്ബിൻ്റെ സന്നിധിയിലേക്ക് പോയാൽ, പ്രിയപ്പെട്ടവരെ, നമുക്കറിയാമല്ലോ, ഖബറിൽ വെച്ചത് മുതൽ നരകീയ കാഴ്ചകളാണ്, ഭയാനകമായ അവസ്ഥകളാണ്, വേദനാജനകമായ നിമിഷങ്ങളാണ് സമ്മാനിക്കുക. അതുകൊണ്ട് മനുഷ്യൻ വിലപിക്കും, മനുഷ്യൻ സങ്കടപ്പെടും. നരകം അങ്ങനെ കൊണ്ടുവരുമ്പോൾ ഓർമ്മ വരേണ്ടതെല്ലാം ഓർമ്മ വരും. ചെയ്തതും ചെയ്തികളും വൃത്തികേടുകളും തമ്മാടിത്തരങ്ങളും എല്ലാം ചെയ്തു പോയല്ലോ നാഥ, സംഭവിച്ചു പോയല്ലോ നാഥ, അറിയാതെ വന്നു പോയല്ലോ നാഥ. ലൈതനി, എൻ്റെ നാശമേ, ഖദ്ദംതു ലിഹയാത്തി, എൻ്റെ ജീവിതം ഞാൻ വെറുതെ കഴിച്ചു കൂട്ടിയല്ലോ എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് വിഫലമാകുന്ന വിലാപങ്ങളായിരിക്കും പ്രിയപ്പെട്ടവരെ അതൊക്കെ. അതുകൊണ്ട് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് മനസ്സറിഞ്ഞു പറയാൻ, അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖതനി വഅന അബ്ദുക എന്ന് തുടങ്ങുന്ന സയ്യിദുൽ ഇസ്തിഗ്ഫാർ, പാപമോചനങ്ങളുടെ നേതാവ് എന്ന് പരിചയപ്പെടുത്തിയ ആ പ്രാർത്ഥന ചൊല്ലാൻ, ജീവിതത്തിൽ തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ, ഇനി ആ പാപത്തിലേക്ക് മടങ്ങില്ല എന്ന് തീരുമാനമെടുക്കാൻ, ചെയ്തു പോയ പാപത്തെക്കുറിച്ചുള്ള ഖേദമുണ്ടാകാൻ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം ഞാനും നിങ്ങളും അതിനുവേണ്ടി സജ്ജീകരിക്കണം. മറ്റാരെങ്കിലുമായിട്ട് ദുനിയാവിലെ മനുഷ്യരുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തെറ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥമായി ആ വ്യക്തിയോടാണ് ഞാനും നിങ്ങളും ആദ്യം പോയി പൊരുത്തപ്പെടിപ്പിക്കേണ്ടത്. ആ വ്യക്തിയോടാണ് ആദ്യം പോയി മാപ്പാക്കണം, പുറത്തു തരണമെന്ന് പറയേണ്ടത്. എന്നിട്ടാണ് പടച്ച റബ്ബിനോട് പാപമോചനം തേടേണ്ടത് എന്ന കാര്യം കൂടി പ്രിയപ്പെട്ടവരെ നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിനും കേട്ടതിനും ഒക്കെ ഉപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ജീവിതത്തിലെ പാപങ്ങൾ വല്ലതും വന്നു പോയിട്ടുണ്ടെങ്കിൽ നാഥാ, ഞങ്ങളുടെ എല്ലാവരുടെയും പാപങ്ങൾ പുറത്തു തരണേ നാഥാ. അല്ലാഹുവേ, നിന്റെ റഹ്മത്ത് ഞങ്ങളിൽ ചൊരിയണേ നാഥാ. ആ പാപങ്ങൾ കാരണത്താൽ നാളെ നരകം അനുഭവിക്കുന്നൊരവസ്ഥ പടച്ച റബ്ബേ ഞങ്ങൾക്കാർക്കും നൽകി ആ ഒരു അവസ്ഥയിലേക്ക് ഞങ്ങൾ ആരിനെയും കൊണ്ടെത്തിക്കല്ല നാഥാ. പടച്ച റബ്ബേ, ഞങ്ങളുടെ ഉമ്മമാർ, ഉപ്പമാർ, സഹോദരന്മാർ, പ്രായത്തിൽ മൂത്തവർ പലരും രോഗശയ്യയിലാണ്. ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങൾ ഉസ്താദുമാര്, പണ്ഡിതന്മാര്, ആലിമീകൾ, ദുആത്തുകൾ, അല്ലാഹുവേ, ദീന് പറയാനും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉറക്കെ ഉയരെ പ്രഖ്യാപിക്കാനും മരണപ്പെടുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെടാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ സ്വീകരിക്കണേ, അല്ലാഹുവേ സ്വീകരിക്കണേ, അല്ലാഹുവേ സ്വീകരിക്കണേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوة ويا قاضي الحاجات. اللهم اعتقنا من النار، اللهم أدخلنا الجنة يا رب العالمين. ربنا تقبل منا، ربنا تقبل منا، ربنا تقبل منا. اللهم اغفر لنا، اللهم اغفر لنا، اللهم اغفر لنا. ربنا تقبل منا
إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين.